വ്യത്യസ്തമായ ആശയങ്ങളും സെഷനുകളും ഒരുക്കി ജെയിൻ യൂണിവേഴ്സിറ്റി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ. ഫെബ്രുവരി 1 വരെ നിൽക്കുന്ന ഉച്ചകോടിയിൽ 400-ലധികം വിദഗ്ധർ, 200-ലധികം സെഷനുകൾ, 50-ലധികം മാസ്റ്റർ ക്ലാസുകളും വർക്ക്ഷോപ്പുകളും ഉച്ചകോടിയുടെ ഭാഗമാണ്. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ഫ്യൂച്ചറിനെ വളർത്തുകയാണ് സമിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നും ആകർഷകമായ ഒരുപാട് കാര്യങ്ങൾ സമിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. ജെയിൻ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ അതിന്റെ 2ാം പതിപ്പിന് ഇന്നലെ തിരിതെളിഞ്ഞു. അതിന്റെ ആഘോഷകരമായിട്ടുള്ള ദിവസങ്ങൾ വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സെക്ഷനുകളിലായിട്ട് വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ ഉൾപ്പെടെ അങ്ങനെ അണിനിരക്കുകയാണ്. കൊച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായിട്ട് ആകർഷകമായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ടോം സാർ തന്നെ ചേരുകയാണ്. സാർ, വളരെ ആവേശകരമായിട്ടുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സെക്ഷനുകളുമുണ്ട്. അതിൻ്റെ ഇടയിൽ ചില പൊളിറ്റിക്കൽ സെക്ഷനുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. ഇന്ന് രാവിലെ നടന്ന പരിപാടിയിൽ പ്രധാനമായും പറഞ്ഞത് യുവതലമുറ എങ്ങനെ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടി മുന്നോട്ട് വരണമെന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള സെക്ഷനുകളിലൂടെ മുന്നോട്ട്? അല്ല, നമ്മൾ ഈ സമ്മിറ്റിൻ്റെ പ്രത്യേകത തന്നെ ആളുകൾക്ക് വേണ്ടി, അതായത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇവൻറ്റ് ക്യൂറേറ്റ് ചെയ്യുക. നമ്മളൊരു ഫ്യൂഷൻ ഫെസ്റ്റിവലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം വിവിധ തരത്തിലുള്ള എലമെൻറ്റുകൾ ഒരു ഫെസ്റ്റിവലിൽ കൊണ്ടുവരിക, ഒരു വൈഡർ ക്യാൻവാസിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്ത യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്താണ് ഈ സമ്മിറ്റ് ക്യൂറേറ്റ് ചെയ്തത് 7 ട്രാക്കുകളിലായിട്ട്. അതിന് പുറമെ ഈ വർഷം ഞങ്ങൾ ആ 7 ട്രാക്കുകൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ ചർച്ചയാക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. അതിനൊരു വളരെ ലിബറലായിട്ടൊരു അപ്രോച്ചാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ കാര്യം ചർച്ച ചെയ്യാമോ, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഒരു അരികെ എന്ന് പറയുന്ന സെഷൻ ഉണ്ടായിരുന്നു. ഇതൊരു യൂണിവേഴ്സിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്തിന് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ട എന്നൊരു ചോദ്യമാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം എല്ലാത്തരം നമ്മുടെ ദൈനംദിന ജീവിതവും ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെയും കൊണ്ടുവരുന്നു. യുവജന ശാക്തീകരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം സമ്മിറ്റിന് ശേഷം നമ്മൾ ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു വൈഡർ ആയിട്ടുള്ള ഒരു അംബ്രല്ല മൂവ്മെൻറ്റ്, കേരളത്തെ എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവായിട്ട് എലവേറ്റ് ചെയ്യാം എന്നൊരു വിശാല ആശയത്തോടെ ഫോം ചെയ്തു. ആ ആശയത്തിന് 4 പില്ലറുകളുണ്ട്. 1 എഡ്യൂക്കേഷൻ, 2 ഓൺട്രപ്രണർഷിപ്പ്, 3 യൂത്ത് എംപവർമെൻറ്റ്, 4 ക്വാളിറ്റി ഓഫ് ലൈഫ്. അതിൽ യൂത്ത് എംപവർമെൻറ്റ്, യുവജന ശാക്തീകരണം എന്ന് പറയുന്ന കേരളത്തിനെ ഈ ബെറ്റർ പ്ലേസ് ടു ലീവായിട്ട് മാറ്റാനുള്ള പ്രക്രിയയിൽ, ഈ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക്, ഈ 4 ടോപ്പിക്കുകളും 4 പില്ലറുകളുമാണ് ഓരോ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ക്ലോസ്ഡ് ആയിട്ടൊരു കോൺവെർസേഷനാണ്. ഇന്ന് കേരളത്തിലെ യുവജന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് നമ്മുടെ ഈ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്തൊക്കെ അവരുടെ സജഷൻസ്, അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നേരിടുന്ന, അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അവർ കാണുന്ന ഓപ്പർച്യൂണിറ്റി ആകാം. അതുപോലെ തന്നെ വൈഡർ, ഞങ്ങളുടെ സ്റ്റുഡൻസുമായിട്ടും ഞങ്ങളുടെ ഫാക്കൽറ്റി ആയിട്ട് ഒരു വൈഡർ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നമ്മുടെ ജില്ലാ കളക്ടർ അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ യുവജനത്തെ എൻഗേജ് ചെയ്യാനും അവരുടെ എനർജി, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, കൂട്ടായ്മ യഥാർത്ഥമായിട്ട് ചാനൽ ചെയ്യാൻ അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലെ മറ്റ് 3 വിഷയങ്ങൾ നമ്മൾ അടുത്ത 3 ബ്രേക്ക്ഫാസ്റ്റുകൾ ചർച്ച ചെയ്യുന്നു. വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ മുരളി തുമ്മാറൻകുടിയുടെ മനുഷ്യബലം പ്രതിസന്ധികളിൽ നിന്നുള്ളൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാരണം ഇതിൽ നിന്നൊക്കെ ഒരു ടേക്ക് അവേസ് ഉണ്ട്. കാരണം ഇതൊക്കെ എന്തെങ്കിലും സമൂഹത്തിന് ഇതിൽ നിന്നും എന്തെങ്കിലും ഉൾക്കൊള്ളാനും, അല്ലെങ്കിൽ അതൊരു മാറ്റത്തിലേക്ക് നയിക്കാനും പറ്റിയ ഇൻസൈറ്റ്സ് ഇതിനകത്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ടോപ്പിക്കുകളുടെ എല്ലാം പ്രത്യേകത. അതുപോലെ നമ്മുടെ പീപ്പിൾ സ്റ്റേജ്, സമ്മിറ്റിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു പീപ്പിൾ സ്റ്റേജ്. കാരണം നമുക്ക് പല സമ്മിറ്റുകളിലും പല കോൺഫറൻസുകളിലും നമ്മൾ കണ്ടുവരുന്നതെല്ലാം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസുകളാണ്. അവർക്കൊരു മാറ്റം ഉണ്ടാവാറില്ല. ഏത് കോൺഫറൻസിനോ, ഏത് സമ്മിറ്റിനോ, ഏത് ഇവൻറ്റിനോ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയാലും 70% സ്പീക്കേഴ്സും നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ട സ്പീക്കേഴ്സാണ്. അവരെ നമ്മൾ പല വ്യത്യസ്ത ഫെസ്റ്റിവലുകളിൽ കാണാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഐഡിയകളുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് പെർസെപ്ഷനുള്ള അവർക്കൊരു പ്ലാറ്റ്ഫോം, അവർക്കൊരു ഓഡിയൻസ് കൊടുക്കുക, അവരുടെ ആശയങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക. ആ ഒരു ഐഡിയയുമായിട്ടാണ് നമ്മൾ പീപ്പിൾ സ്റ്റേജ് ഈ വർഷം മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിനൊക്കെ നല്ലൊരു റെസ്പോൺസ്, നമുക്ക് നല്ല സ്പീക്കേഴ്സ്, ഇന്ന് വരുന്ന സെഷൻസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ഇതൊക്കെയാണ് ഈ വർഷം സമ്മിറ്റിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത്. അത് ജനങ്ങളിൽ നിന്നുള്ള ഒരു, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ അറ്റൻഡീസിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു മറ്റുള്ള സമ്മിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകളുമായിട്ട് സംവദിക്കാൻ പറ്റും. കാരണം ഈ സമ്മിറ്റിൻ്റെ ഈ വർഷത്തെ ഒരു അപ്രോച്ച് തന്നെ ഇതിനെ എങ്ങനെ ഒരു കൂടുതൽ ഇൻക്ലൂസീവ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഓഫ് ഇൻക്ലൂഷൻ എന്ന് പറയും. എല്ലാത്തരം ആളുകളെയും, എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇതിലുണ്ട്, എന്നാൽ എല്ലാം എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല എന്നൊരു വിശാല ആശയം, അല്ലെങ്കിൽ സമ്മിറ്റ് ഫോർ എവരി വൺ, എവരി ഡ്രീം, എവരി വോയിസ്, എവരി ഫ്യൂച്ചർ, അല്ലെങ്കിൽ എല്ലാ വോയിസും കേൾക്കും എന്നൊരു വിശാലമായ ആശയത്തിന് ഒരു വൈഡർ ക്യാൻവാസിലാണ് സമ്മിറ്റ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഇൻവിറ്റേഷൻ കോളും അതാണ്. കാരണം വരൂ, കാണൂ, കേൾക്കൂ. വളരെ ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കോള്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു സമ്മിറ്റ്.
ഇനി വരും ദിവസങ്ങളിലും ജെയിൻ യൂണിവേഴ്സിറ്റി എന്തൊക്കെ ആകർഷണങ്ങളാണ് ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? അല്ല, സമ്മിറ്റിൻ്റെ സെഷൻസ് എല്ലാം ഇതുപോലെ തന്നെ വ്യത്യസ്തമായ നല്ല സെഷൻസാണ്. നാളെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പൊളിറ്റിക്കൽ സെഷൻസ് ഉണ്ട്. നമ്മുടെ നാളെ നമുക്ക് ഷാഫി പറമ്പിലിൻ്റെ ഷാഫി മുഷ്കിൽ എന്ന് പറയുന്നൊരു സെഷനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈബിയുടെ കൊച്ചിക്കഥയുണ്ട്. മറ്റന്നാൾ ശ്രീ KC വേണുഗോപാലുമായിട്ട് പൊളിറ്റിക്സ് ബിയോണ്ട് പവർ എന്ന് പറയുന്നൊരു സെഷൻ, ശ്രീ VD സതീശൻ വരുന്ന മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ശ്രീ തോമസ് ഐസക്കിൻ്റെ കേരളത്തിൻ്റെ നോളജ് എക്കോണമി എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനുശേഷം ശ്രീ P രാജീവും AN ഷംസീറും സംസാരിക്കുന്ന സ്പീക്ക് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സെഷൻസ്. ഈ പൊളിറ്റിക്കൽ സെഷൻസ് പുറമെയായിട്ട് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റ് ചർച്ചാ വിഷയമാക്കുന്നു, എർത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു, സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചും ക്ലൈമറ്റ് ആക്ഷനെക്കുറിച്ചും ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നൊവേഷനെക്കുറിച്ച് നമുക്ക് ഫ്രം കേരള ടു വേൾഡ് എന്ന് പറഞ്ഞ് കേരളത്തിന് എങ്ങനെ ബിഗ് ബ്രാഞ്ചിനെ കുറിച്ച് നമുക്ക് കേരളത്തിൽ ഓൺടർപ്രണേഴ്സ് വരുന്നു. അങ്ങനെ വ്യത്യസ്തമായ സെഷൻസ് നടക്കുന്നു. അതുപോലെ തന്നെ പീപ്പിൾ സ്റ്റേജിലും പുതിയ മുഖങ്ങൾ വരുന്നു. വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്ത ഐഡിയകളുള്ള പീപ്പിൾ സ്റ്റേജ് വരുന്നു. സെഷൻസെല്ലാം പുറമെ നമുക്ക് ഡ്രോൺ ഷോ ഇന്ന് തുടങ്ങുകയാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ ഷോ 4 ദിവസവും 500 ഡ്രോണുകളുടെ ഒരു ഡ്രോൺ ഷോ നടക്കുന്നത്. ഡ്രോൺ ഷോയ്ക്ക് പുറമെ നമുക്ക് ഫെസ്റ്റിവൽ ഓഫ് ഫാഷനുണ്ട്, ഫെസ്റ്റിവൽ ഓഫ് ഡിസൈനുണ്ട്, അതുപോലെ ഫുഡ് സ്ട്രീറ്റ് ഇന്ന് ആക്റ്റീവ് ആകുന്നു. ഫെസ്റ്റിവൽ വില്ലേജ്, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ എലമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുന്ന ഒരു ഫെസ്റ്റിവൽ വില്ലേജ് വളരെ ആക്റ്റീവായിട്ട് വൈഡർ പാർട്ടിസിപ്പേഷൻ അതിന് കിട്ടുന്നു. ഇതൊക്കെയാണ് ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതകൾ. സാർ പറഞ്ഞതുപോലെ മാത്രമാണ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വരൂ, കാണൂ, കേൾക്കൂ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.